ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 4 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. 5ാമത്തെ ഭാഗത്തിലെ ഒന്നാമത്തെ പ്രോബ്ലം 21ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക്, 4ാമത്തെ ഭാഗം ഒന്ന് പഠിച്ചോണം കേട്ടോ. 4ാമത്തെ ഭാഗം നന്നായിട്ട് പഠിച്ചോണം, ഇത് സിമ്പിൾ ആവും. ഓക്കെ, തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് 8th ടേം ഈസ് 35 അല്ലെ. അപ്പൊ എന്താണ് തേർഡ് ടേം 15, 8th ടേം 35. ഓക്കെ, ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് D is equal to ടേം ഡിഫറൻസ്, ദാറ്റ് is 35 minus 15 divided by 8 minus 3, that is equal to 20 by 5, that is equal to 4 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്, അത് കണ്ടുപിടിക്കുക. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, എന്താണ് വാട്ട് ഈസ് ദ 13th ടേം. ഇവിടെ 13th ടേം കണ്ടുപിടിക്കാൻ ഇവിടെ തേർഡ് ടേം ഉണ്ടല്ലേ. തേർഡ് ടേം ഉണ്ടെങ്കിൽ തേർഡ് ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടിയാൽ മതി? 10 ഡി കൂട്ടിയാൽ മതി. തേർഡ് ടേം ഇവിടെ എത്ര ഉണ്ട് മക്കളെ? 15 പ്ലസ് 10 ഇൻറ്റു 4, 15 പ്ലസ് 40, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 55. 13th ടേം കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ സിമ്പിൾ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ 23rd ടേം. നിങ്ങൾ തന്നെ ഒന്ന് പറയാം. 23rd കണ്ടുപിടിക്കാൻ 13th ടേം ഇപ്പൊ കിട്ടിയെങ്കിൽ ദാറ്റ് ഈസ് 13th ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടിയാൽ മതി? 10 ഡി കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 13th ടേം ഇവിടെ എത്ര ഉണ്ട്? 55 പ്ലസ് 10 ഇൻറ്റു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 55 പ്ലസ് 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 95. മനസ്സിലായ? സിമ്പിൾ അല്ലേ. എല്ലാ കണക്കും ഇതുപോലെ ചെയ്യാനുള്ള, ഇതുപോലത്തെ കണക്ക് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. SLCക്ക് തന്നെ ചോദിക്കും, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അപ്പം മനസ്സിലാക്കി പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നോക്കിയേ, 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അത് തന്നെ എഴുതാം. 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 21 ആൻഡ് 9th ടേം ഈസ് 41. ആദ്യം തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് 41 മൈനസ് 21 ഡിവൈഡ് ബൈ 9 മൈനസ് 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 9 മൈനസ് 5 ഈസ് 4 അല്ലെ. 9 മൈനസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 35 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ട ഫസ്റ്റ് ടേം ആണ് അല്ലെ. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്തു വന്നേ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 5th ടേം ഉണ്ടെങ്കിൽ 5th ടേമിന്റെ കൂടെ എത്ര ഡി കുറച്ചാൽ മതി? മൈനസ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. 5th ടേമിന്റെ അകത്ത് നിന്ന് 4 ഡി കുറച്ചാൽ മതി. 5th ടേം എത്രയാണ് ഇവിടെ? 21 മൈനസ് 4 ഇൻറ്റു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 21 മൈനസ് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? D1. സെറ്റ് അല്ലേ. ഇനി അതേപോലെ തന്നെ തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം കിട്ടിയല്ലോ അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടണം? 2 ഡി കൂട്ടിയാൽ തേർഡ് ടേം. ഫസ്റ്റ് ടേം ഇവിടെ എത്ര ഉണ്ട്? 1 പ്ലസ് 2 ഇൻറ്റു ഡി എത്ര ഇവിടെ? 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? ഡി. മനസ്സിലായ? സിമ്പിൾ അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാൻ നമുക്ക്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്യാനുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 4th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക്. അപ്പൊ 4th ടേം എത്രയാണ്? 61. 7th ടേം 31 അല്ലെ. 10th ടേമും വേണം, ഫസ്റ്റ് ടേമും വേണം. ഈ രണ്ട് കണക്കുകൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് ചെയ്യാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 61 മൈനസ് 31 ഡിവൈഡഡ് ബൈ 61ന്റെ പൊസിഷൻ എത്ര? 4 മൈനസ് എത്രയാണ്? 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ എത്രയാണ്? മൈനസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 10 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ഇനി എന്താണ്? 10th ടേം കണ്ടുപിടിക്കാൻ അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10th ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4th ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടിയാൽ മതി? 6 ഡി കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് 4th ടൈം ഇവിടെ എത്ര ഉണ്ട്? 61 പ്ലസ്, മനസ്സിലാവുന്നുണ്ടല്ലോ, 6 ഗുണം ഡി എത്ര ഉണ്ട് ഇവിടെ? മൈനസ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10. ദാറ്റ് ഈസ് ആൻസർ എന്ത് വരും? 10th ടൈം എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10th ടൈം ഈസ് ഈക്വൽ ടു 61 മൈനസ് 6 ഗുണം മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര? മൈനസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. മനസ്സിലായ? ഇനി അടുത്ത ഫസ്റ്റ് ടൈം. 10th ടൈം കിട്ടിയത് കൊണ്ട് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ 10th ടൈമിൽ നിന്ന് 9 ഡി കുറച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10th ടൈം എത്ര? 1 മൈനസ് 9 ഇൻറ്റു എത്രയാണ്? ഡി എത്ര? മൈനസ് 10 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇൻറ്റു മൈനസ് എത്ര? പ്ലസ് 9 ഇൻറ്റു 10 എത്ര? 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 90. ആ ക്വസ്റ്റ്യനും സിമ്പിൾ ആണ് അല്ലെ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും പരീക്ഷയ്ക്ക്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള രീതിയാണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 5th ടേം ഈസ്
10 അല്ലെ. അപ്പൊ 5th ടേം എന്താണ് 10 ആണ്. 10th ടേം ഈസ് 5. ഞാൻ നിങ്ങളോട് ആദ്യത്തെ സെക്കൻഡ് പാർട്ടിന്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വന്നാൽ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും -1 ആയിരിക്കും. ഇനി പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് സമയം കളയേണ്ട കാര്യമില്ല. കോമൺ ഡിഫറൻസ് ഈസ് -1. ഇനി 15th ടേമും 25th ടേമും നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ അറിയത്തില്ലേ? ഇത്രയും ഈ പാർട്ടിന്റെയും ഇതിന്റെ പ്രീവിയസ് പാർട്ടിലും ഇത് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് രണ്ടും ചെയ്യാൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കണക്കിന്റെ ഉത്തരം നിങ്ങൾ എനിക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അതുവരേക്കും ഗുഡ് ബൈ.